ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? ഞാനിവിടെ സുഖമായിരിക്കുന്നു, നിങ്ങളും സുഖമായിരിക്കാമെന്ന് കരുതുന്നു. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഡാർക്ക് സർക്കിൾസ്. സോ ഡാർക്ക് സർക്കിൾസ് നമുക്ക് എങ്ങനെ വരുന്നു, എന്തുകൊണ്ട് വരുന്നു, നമുക്ക് എങ്ങനെ അതിനെ വീട്ടിൽ വെച്ച് തന്നെ കുഞ്ഞു കുഞ്ഞു റെമഡീസ് വെച്ചിട്ട് മാറ്റാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ യൂട്യൂബ് വീഡിയോയുടെ കണ്ടന്റ്. അപ്പം നമുക്ക് ആദ്യം അറിയാം, ഈ ഡാർക്ക് സർക്കിൾസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ ഈ ചുറ്റും ഡാർക്കായിട്ട് വരിക. അത് ബ്ലാക്ക് കളറിൽ വരുന്നവരുണ്ട്, ബ്രൗൺ കളറാകാം, പേർപ്പിൾ കളറാകാം, അങ്ങനെയൊക്കെ വരാം. അപ്പോൾ അതിനെയാണ് ഡാർക്ക് സർക്കിൾസ് വരുന്നത്. ഇത് മെയിൻലി വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കറിയാലോ, നമ്മുടെ ഈ സ്കിൻ, ഈ കണ്ണിൻ്റെ ഇവിടുത്തെ സ്കിൻ വളരെ തിന്നാണ്. അപ്പോൾ ആ തിന്നായിട്ടുള്ള സ്കിന്നിൻ്റെ അവിടുത്തെ ബ്ലഡ് വെസൽസ് ഡയലേറ്റ് ആവുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ഡാർക്ക് സർക്കിൾസ് വരുന്നത്. അപ്പം ഇതിനി എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഒന്ന് ജെനറ്റിക്സ് ആയിട്ട്, അതായത് നമുക്കിപ്പോൾ കുറച്ച് ഡാർക്ക് സ്കിൻ ടോൺ ഉള്ള ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലീസിൽ ഇങ്ങനെ യൂഷ്വലി ഇങ്ങനെ ഡാർക്ക് സർക്കിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജെനറ്റിക് ആയിട്ട് തന്നെ ഇത് നമുക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ മെയിൻ ഒരു കാര്യം, നമുക്ക് ഹെക്റ്റിക് വർക്ക് പ്രഷറും കാര്യങ്ങളൊക്കെ ഉള്ളവരായിരിക്കും. അതായത് സ്ട്രെസ് കൊണ്ട് വരുന്നവരുണ്ട്. അതായത് നമുക്ക് ഉറങ്ങാൻ, ലാക്ക് ഓഫ് സ്ലീപ്പും ഒരു ഇത് തന്നെയാണ്. നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ നമുക്ക് കുറേ സ്ട്രെസ് ആവണം. ഇങ്ങനത്തെ ഒക്കെ കാരണങ്ങൾ കൊണ്ടും ഡാർക്ക് സർക്കിൾസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കൊക്കെ മിക്കപ്പോഴും വരാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ എക്സസീവായിട്ട് സ്ക്രീൻ ടൈം. അതായത് നമ്മൾ എക്സസീവായിട്ട് ഫോൺ യൂസ് ചെയ്യുക. ഇപ്പോൾ രാത്രി കിടന്നു കഴിഞ്ഞും ലൈറ്റ്സ് ഒന്നും ഇല്ലാതെ ഫോൺ യൂസ് ചെയ്യുന്നതോ, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഫോണിൽ തന്നെ ഇങ്ങനെ ഫോൺ കുറേ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഡാർക്ക് സർക്കിൾസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ഇതൊക്കെയാണ് മോസ്റ്റ്ലി നമുക്ക് വരാനുള്ള കുറച്ച് കാരണങ്ങൾ. ഇതൊക്കെയാണ് നമുക്ക് ഡാർക്ക് സർക്കിൾസ് വരാനായിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ കണ്ണിങ്ങനെ റബ്ബ് ചെയ്യില്ലേ, ഇങ്ങനെ കൂടുതലായിട്ട്, അതായത് ഒരു ദിവസം കുറേ പ്രാവശ്യം നമ്മൾ റബ്ബ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഡാർക്ക് സർക്കിൾസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതാണ് നമ്മുടെ ഇവിടുത്തെ സ്കിൻ തിന്നായതുകൊണ്ടാണ് നമ്മുടെ ബ്ലഡ് വെസൽസ് ഡയലേറ്റ് ആകും. അത് ഷെയ്ഡ് മാറി ബ്ലാക്കോ പേർപ്പിളോ ബ്രൗണോ കളറിൽ നമുക്ക് കണ്ണിന് ചുറ്റും ഡാർക്ക് സർക്കിൾസ് ആയിട്ട് വരും. പിന്നെ നമുക്കിത് വരാനുള്ള വേറൊരു റീസൺ എന്ന് പറഞ്ഞത് സൺ എക്സ്പോഷർ ആണ്. അതായത് UV റേസ്, അതായത് നമ്മൾ കുറേ സണ്ണിൽ എക്സ്പോസ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ചുറ്റുമുള്ള നമ്മുടെ ലിപ്പിന് മെലാനിൻ കൂടുമ്പോൾ അങ്ങനെ വരുമെന്ന് പറഞ്ഞാൽ, അതേ ഒരു സെയിം ഫിനോമിനൻ തന്നെ നമ്മുടെ കണ്ണിൻ്റെ അടിയിലും ഡാർക്ക്നെസ് കൂട്ടാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി നമുക്ക് എങ്ങനെ ഇതിനെ മാറ്റാം, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ട് എങ്ങനെ ഇതിനെ നമുക്ക് പമ്പ നടത്താം നമുക്ക് നോക്കാം. സോ അതിനു വേണ്ടി ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് പൊട്ടറ്റോ ആണ്. പൊട്ടറ്റോയുടെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് പൊട്ടറ്റോ ഇങ്ങനെ ചെറുതായിട്ട് തിൻ സ്ലൈസ് എടുത്തിട്ട് ആ സ്ലൈസ് നിങ്ങളുടെ 2 കണ്ണിൻ്റെ അടിയിൽ വെക്കുക. അതും അല്ലെങ്കിൽ ഒരു പൊട്ടറ്റോ എടുത്ത് കുറച്ച് സ്മാഷ് ചെയ്ത് ഒരു ജ്യൂസ് എടുക്കുക, പൊട്ടറ്റോ ജ്യൂസ് എടുക്കുക, അല്ലെങ്കിൽ പൊട്ടറ്റോ പ്യൂരി എടുക്കുക. പ്യൂരി എടുത്തിട്ട് അതൊരു കോട്ടൺ പാഡിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് 2 കണ്ണിൻ്റെയും ഇവിടെ വെക്കുക. അപ്പോൾ ആ കോട്ടൺ പാഡ് ഒന്ന് നടുവേന്ന് കട്ട് ചെയ്തിട്ട് അത് ഡിപ്പ് ചെയ്തിട്ട് 2 കണ്ണിൻ്റെയും ഇവിടെ വെച്ചിട്ട് 50 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക. ഈ പൊട്ടറ്റോ യൂസ് ചെയ്യുന്നത് നമുക്കറിയാം, നമ്മുടെ ടാൻ റിമൂവ് ചെയ്യാനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കിടിലൻ സാധനമാണ് നമ്മുടെ ഈ പൊട്ടറ്റോ. നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ ഈവൻ ഫേസിൽ വരെ ടാൻ പെട്ടെന്ന് മാറുന്ന ഒരു സാധനമാണ്. അതുപോലെ തന്നെ ഇത് കണ്ടറായാലും നല്ല സൂപ്പറായിട്ട് വർക്ക് ചെയ്യും. നിങ്ങളുടെ പഫിനെസ് ഒക്കെ ഉണ്ടെങ്കിൽ പഫിനെസ് മാറ്റും, ഈ കളറൊക്കെ മാറ്റാനായിട്ട് ഈ പൊട്ടറ്റോ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ഒന്ന് പൊട്ടറ്റോ. അടുത്തത് ക്യാരറ്റാണ്. ക്യാരറ്റും സെയിം ആയിട്ട് തന്നെ ക്യാരറ്റ് ജസ്റ്റ് ഒന്ന് നന്നായി ഗ്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കട്ട് ചെയ്ത് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലെ ആ ജാറിലിട്ട് ക്രഷ് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കുക. കുറച്ചൊരു വെള്ളം ഒഴിക്കുക, ഒരുപാട് വെള്ളം ഒഴിക്കല്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് ജ്യൂസ് ആക്കിയിട്ട് നമ്മുടെ ഐസ് ട്രേയിലിട്ട് ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് ഐസ് ക്യൂബ് ആകൂല, ഐസ് ക്യൂബ് നമ്മുടെ കണ്ണിൻ്റെ ചുറ്റും പതുക്കെ ഒരു ക്ലോത്തിൽ വെച്ചിട്ട് ചെയ്യണം. ഡയറക്റ്റ് വെക്കാതെ ഒരു ക്ലോത്തിൽ വെച്ചിട്ട്, ഡയറക്റ്റ് വെക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യും. സോ അങ്ങനെ വെക്കാതെ ഒരു ക്ലോത്തിൽ കവർ ചെയ്യുക, അല്ലെങ്കിൽ കോട്ടൺ പാഡ് ഇങ്ങനെ വെച്ചിട്ട് അതും കൊണ്ട് പിടിച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുക. അപ്പം ക്യാരറ്റ് നമ്മുടെ ടാൻ കളയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ അത് തണുപ്പിക്കുകയും കൂടെ ചെയ്യുന്നതുകൊണ്ട് എപ്പോഴും നമ്മൾ തണുപ്പ് അല്ലെങ്കിൽ ഐസ് ക്യൂബ്സ് വെക്കുക നമ്മൾ മുഖത്ത് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കണ്ണിൻ്റെ ചുറ്റുമൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഫ്രഷ്നെസ് കിട്ടും, കണ്ണിനൊരു എനർജി കിട്ടുന്ന പോലെ തോന്നും. അതുപോലെ തന്നെ നമ്മുടെ ടാനിനെയും കളയാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. വേറൊരു റെമഡി എന്ന് പറയുന്നതാണ് നമ്മുടെ പാലെടുക്കുക. പാലിലൊരു നുള്ളു മഞ്ഞളിട്ടിട്ട് അത് മിക്സ് ചെയ്തിട്ട് സെയിം വേ ഒരു കോട്ടൺ പാഡ് എടുക്കുക. ആ കോട്ടൺ പാഡ് എടുത്തിട്ട് ഡിപ്പ് ചെയ്യുക.
ഡിപ്പ് ചെയ്തിട്ട് കണ്ണിൻ്റെ താഴെ വെച്ചിട്ട് ഒരു 15 മിനിറ്റ്സ് അങ്ങനെ വെക്കുക. അതായത് ഇതെല്ലാം ഒരു കൂളിംഗ് ഇഫക്റ്റ് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ പഫിനെസ്സും ഇതെല്ലാം മാറ്റാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതൊക്കെ നമുക്ക് വീട്ടിൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പം മഞ്ഞൾപ്പൊടി ഇടാൻ പറ്റിയില്ലെങ്കിൽ പോലും ആണെങ്കിൽ നിങ്ങൾ ആ തണുത്ത പാലെടുത്തിട്ട് ഒരു കോട്ടൺ പാഡ് ഡിപ്പ് ചെയ്ത് കണ്ണിൻ്റെ ചുറ്റോ ഈവൻ ഫേസിൽ ഫുൾ അപ്ലൈ ചെയ്താലും കുഴപ്പമില്ല. നല്ലൊരു ക്ലൻസറും കൂടെ ആണ് പാല്. അതും തണുത്തതും കൂടെ ആകുമ്പോൾ നല്ലൊരു എഫക്റ്റ് കിട്ടും. നമ്മുടെ ടാനും കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാം. പിന്നെ നമുക്ക് അടുത്തായിട്ട് നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാവും ടീ ബാഗ് അല്ലേ, എല്ലാ വീട്ടിലും ഉണ്ടാവും. സോ ടീ ബാഗ് എടുത്ത് ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം അത് ഡിപ്പ് ചെയ്ത് വെക്കുക. അതിൻ്റെ എസൻസ് എല്ലാം ഇറങ്ങാനായിട്ടാണ്. അപ്പം അത് ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് വെച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ്സ് അങ്ങനെ വെക്കുക. അതിനുശേഷം ഈ ടീ ബാഗ് ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിക്കുക. ഈ കഫെയിൻസ്, കോഫി ആയിക്കോട്ടെ ടീ ആയിക്കോട്ടെ, ഇങ്ങനത്തെ കഫെയിൻസും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഈ ചുറ്റുമുള്ള കറുപ്പിനെ കുറയ്ക്കാനായിട്ട് ഭയങ്കരമായിട്ട് ഡീറ്റാൻ ചെയ്യാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതിനായിട്ട് സാധനം. അപ്പം ഈ ടീ ബാഗ് എന്തെടുക്കണം, ഈ ടീ ബാഗ് ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങൾക്ക് ടൈം കിട്ടുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യാൻ നോക്കുന്നത് ആ ടൈമിൽ ഈ രണ്ട് ടീ ബാഗ് എടുക്കുകയാണെങ്കിൽ 2 കണ്ണിൻ്റെ അടിയിൽ എന്നിട്ട് ഇങ്ങനെ വെക്കുക. ഒരു 15 മിനിറ്റ്സ് റിലാക്സ് ചെയ്യുക. അങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കണ്ണിങ്ങനെ നന്നായിട്ട് ഇപ്പം നമ്മളിങ്ങനെ കൈയൊക്കെ നന്നായിട്ട് ഇങ്ങനെ തൂത്തിട്ട് ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ തന്നെ കണ്ണടച്ച് കുറച്ച് നേരം റിലാക്സ് ചെയ്യുക. കണ്ണിനൊരു നമ്മളെപ്പോഴും ഫോൺ അല്ലെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ലാപ്ടോപ്പ് കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമായിരിക്കും എപ്പോഴും, അല്ലെങ്കിൽ TV കാണും, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പം കണ്ണിന് എപ്പോഴും ഒരു സ്ട്രെസ്സാണ്. അപ്പോൾ സ്ട്രെസ് ഇത് കൂട്ടാൻ ഭയങ്കര, അതായത് ഡാർക്ക് സർക്കിൾസ് കൂട്ടും ഭയങ്കരമായിട്ട്. അപ്പോൾ ഇടയ്ക്ക് കൈയൊക്കെ ഒന്ന് റബ്ബ് ചെയ്തിട്ട് ഇങ്ങനെ വെക്കുക. ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് മുഖമൊക്കെ കഴുകുകയൊക്കെ ചെയ്യുക. അതായത് കൂളിംഗ് ഇഫക്ട്സ് കൊടുക്കുക നമ്മുടെ കണ്ണിന്. അപ്പം തന്നെ കുറേ സ്ട്രെസ്സ് കുറയുമ്പോൾ തന്നെ നമ്മുടെ ടാനൊക്കെ മാറും. അപ്പം ഈ ടീ ബാഗ് എന്തെടുക്കണം, ഈ ടീ ബാഗ് എടുത്തിട്ട് ഞാൻ പറഞ്ഞു വന്നതായിരുന്നു, അത് മറന്നുപോയി. അപ്പോൾ ആ ടീ ബാഗ് എടുത്തിട്ട് നമ്മുടെ കണ്ണിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് നേരം അങ്ങനെ ഒരു 15 മിനിറ്റ്സ് റിലാക്സ് ചെയ്യാം. അതാണ്. ഇനി വേറൊരു ഇതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ടീ ബാഗ് പറഞ്ഞല്ലോ. ഇനി നെക്സ്റ്റ് നമ്മൾ എടുക്കാൻ പോണത് കോഫി പൗഡറാണ്. കോഫി പൗഡർ എടുത്ത് ഇതൊരു ജസ്റ്റ് ഒരു കൈൻഡ് ഓഫ് പാക്കാണ് കേട്ടോ. കോഫി പൗഡർ എടുക്കുക. കോഫി പൗഡർ എടുത്തിട്ട് അലോവേര, ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ഫ്രഷ് അലോവേര തന്നെയാണ്. അപ്പോൾ ഫ്രഷ് ആയിട്ട് കിട്ടുവാണെങ്കിൽ അത് യൂസ് ചെയ്യുക, അതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതില്ലെങ്കിൽ കടയിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ഏതെങ്കിലും നല്ലൊരു ബ്രാൻഡിൻ്റെ, അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്ത് നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ലാത്ത നല്ലൊരു ബ്രാൻഡിൻ്റെ അലോവേര ജെൽ എടുത്തിട്ട്, ചിലർക്ക് ഇതിൻ്റെ സ്മെല്ല് പിടിക്കത്തില്ല, ഈ നാച്ചുറലി കിട്ടുന്ന സാധനത്തിൻ്റെ സ്മെല്ല്. അപ്പം നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നമ്മുടെ കണ്ണിൻ്റെ ചുറ്റും, അല്ലെങ്കിൽ ചിലർക്ക് ഇവിടെ മാത്രമായിരിക്കും ഉണ്ടാവുക, ചിലർക്ക് കണ്ണിൻ്റെ ചുറ്റും ഉണ്ടാവും. അപ്പോൾ എങ്ങനെയാണോ നിങ്ങളുടെ ഡാർക്ക് സർക്കിൾസ്, അപ്പോൾ അതുപോലെ ഇപ്പം എൻ്റെയൊക്കെ എനിക്കൊന്ന് കൂടുതലും ഈ ഒരു ഭാഗത്താണ് കൂടുതലുള്ളത്. അപ്പം ഇവിടെ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒരു 10 to 15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് അത് റബ്ബ് ചെയ്ത് കളയുക. ഇത് ഡെയിലി ചെയ്യരുത്, ഇത് ഒരു വീക്ക്ലി വൺസ് അങ്ങനെയൊക്കെ ചെയ്യാവുള്ളൂ. ബാക്കി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഡെയിലി ചെയ്യണമെന്നുണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ ഡാർക്ക് സർക്കിൾസിനെ കുറയ്ക്കാൻ പറ്റുന്ന കുറച്ച് വീട്ടിലെ റെമഡീസ് ഇതൊക്കെയാണ്. എനിക്ക് തോന്നുന്നു ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഇത് ഭയങ്കര ഈസിയാണ് നമുക്ക് ചെയ്യാൻ. ഒരുപാട് എഫേർട്ട് എടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം ഞാൻ പറഞ്ഞ ക്യാരറ്റ് ആണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പം പൊട്ടറ്റോടെ ആണെങ്കിൽ, ഇതൊക്കെ നിങ്ങൾ കുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ പൊട്ടറ്റോ ഒക്കെ എടുത്ത് ഇങ്ങനെ വെച്ച്, അല്ലെങ്കിൽ അത് പീൽ ചെയ്യുന്ന സമയത്തൊക്കെ എടുത്ത് വെക്കുമോ, അങ്ങനെയൊക്കെ ചെയ്യാം. ഇപ്പോൾ ഈവൻ കോൾഡ് കമ്പനി, ഇപ്പോൾ രാവിലെ എണീറ്റിട്ട് കുറച്ച് തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുന്നോ, അല്ലെങ്കിൽ കുറച്ച് പാലൊക്കെ എടുക്കുന്ന സമയത്ത് അതൊക്കെ ഇങ്ങനെ വെച്ച് ഇതൊക്കെ വെക്കണം. നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. വലിയ എഫേർട്ട് എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും അല്ല. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. വളരെ യൂസ്ഫുൾ ആണ്. ഞാൻ യൂസ് ചെയ്ത് എനിക്ക് ഇഫക്ട്സ് ഉണ്ടെന്ന് അറിഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഈസിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിന് നല്ലൊരു റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ വന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ. എന്നാൽ ലൈക്ക് ചെയ്യുമ്പോഴാണ് എനിക്ക് അറിയണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവണുണ്ടോ, കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്ന ആളാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കണം നിങ്ങൾ മറക്കാതെ ടിങ് ചെയ്യണം. എന്നാലേ നമ്മളിടുന്ന യൂസ്ഫുൾ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പം till then it's me നിമിഷ. ബൈ.